മത്സരിച്ച് വർഗീയത പറയുന്ന കാലത്താണ് നമ്മളുള്ളത്. കാസർഗോഡ് ജില്ലയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞത് അവിടെ ജയിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണ് പോലും. അവിടെ ജയിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് മുസൽമാനായ ഒരു പ്രസിഡന്റ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ. അവിടെയും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇതര മത സുഹൃത്തിന് സമ്മാനിച്ചുകൊണ്ട് മനോഹരമായ മതേതരത്വത്തിന്റെ ഒരു ചരിത്രം നമ്മുടെ കേരളം അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മജോറിറ്റി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടത്തെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാണ്. അവിടെ മതമോ ജാതിയൊന്നുമല്ല. നമ്മളൊക്കെ പണ്ട് മുതലേ ആളുകൾ വോട്ട് ചെയ്യുന്നത് ആരുടെയും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല. നാടിന് ഉപകാരമുള്ള ആൾ ആരാണോ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക. 14 ജില്ലാ പഞ്ചായത്തിൽ ഒരൊറ്റ മുസ്ലിം പ്രസിഡന്റ്. 6 കോർപ്പറേഷനുകളിൽ ഞങ്ങളുടെ കൊല്ലത്ത് മാത്രമാണ് മേയർ മുസ്ലിം ഉള്ളത്. കൊച്ചിയിലെ മേയറെ ആര് തീരുമാനിക്കണം? അവിടുത്തെ വ്യത്യസ്ത സഭകൾ തമ്മിൽ തർക്കങ്ങളുണ്ടായി, ചർച്ചകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മേയറെ തീരുമാനിച്ചത്. നിങ്ങൾ നോക്കൂ, കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം മെജോറിറ്റി ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങളുടെ മേയറായിരിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. അപ്പോ അധികാരങ്ങളുടെ മേലെ ഇരിക്കുന്നവർ വർഗീയത അല്പലാഭത്തിന് വേണ്ടി പറഞ്ഞാൽ നാളെ ഈ മണ്ണ് രക്തപങ്കിലമാകാനും പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് പോരടിക്കാനും അത് കാരണമായി തീരും. അതുകൊണ്ട് അധികാരങ്ങളിൽ ഇരിക്കുന്നവർ വർത്തമാനം പറയുന്നത് അന്തസ്സിനു ചേർന്നതായിരിക്കണം. അത് മന്ത്രിമാരാണെങ്കിലും മതനേതാക്കളാണെങ്കിലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ മണ്ണിൽ മറ്റൊരു ചരിത്രമില്ലേ? 995 കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെ മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന തിരൂരങ്ങാടിയിൽ നിന്നല്ലേ ജയിപ്പിച്ചത്? മത്സരിച്ച് വർഗീയത പറയുന്ന കാലത്താണ് നമ്മളുള്ളത്. കാസർഗോഡ് ജില്ലയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞത് അവിടെ ജയിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണ് പോലും. അവിടെ ജയിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് മുസൽമാനായ ഒരു പ്രസിഡന്റ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ. അവിടെയും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇതര മത സുഹൃത്തിന് സമ്മാനിച്ചുകൊണ്ട് മനോഹരമായ മതേതരത്വത്തിന്റെ ഒരു ചരിത്രം നമ്മുടെ കേരളം അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മജോറിറ്റി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടത്തെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാണ്. അവിടെ മതമോ ജാതിയൊന്നുമല്ല. നമ്മളൊക്കെ പണ്ട് മുതലേ ആളുകൾ വോട്ട് ചെയ്യുന്നത് ആരുടെയും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല. നാടിന് ഉപകാരമുള്ള ആൾ ആരാണോ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക. 14 ജില്ലാ പഞ്ചായത്തിൽ ഒരൊറ്റ മുസ്ലിം പ്രസിഡന്റ്. 6 കോർപ്പറേഷനുകളിൽ ഞങ്ങളുടെ കൊല്ലത്ത് മാത്രമാണ് മേയർ മുസ്ലിം ഉള്ളത്. കൊച്ചിയിലെ മേയറെ ആര് തീരുമാനിക്കണം? അവിടുത്തെ